കുറച്ചുകൂടെ ഒഴുക്കി ഇരിക്കെ എടുത്തോണ്ട് വരാം. അവന്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? പെണ്ണിനെ കാണാൻ പഞ്ഞുമുട്ടായ പോലെ ഉണ്ടല്ലേ? പെണ്ണല്ലടാ, 2 കുട്ടികളുടെ അമ്മയത്. നീ ചെയ്യുന്നത് ശരിയല്ലട്ടാ. സാരമല്ല വിടറാ. നാണോ ഇല്ലല്ലേ നിനക്ക്? ഇല്ലടാ. എന്ത് കൊതിയാടാ ഇത്? നിനക്ക് അങ്ങനെ അറിയാം എന്റെ ബുദ്ധിമുട്ട്. കൊച്ചേ, ഓ കൊച്ചേ, നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ? എന്താ? ഒന്നുമില്ല, ഭർത്താവ് എവിടെയെങ്കിലും ഉണ്ടാ നോക്കിയത്. ആ കുടം കണ്ടാ മനസ്സിലാവില്ലേ? ഇവളുടെ അടി സഹിക്കാൻ പറ്റാണ്ട് അയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. കുടിച്ചിട്ട് വായി തോന്നി പറഞ്ഞോണ്ടിരിക്കും. റാണിയമ്മ, നിങ്ങളുടെ തങ്കപ്പെട്ട കൈ കൊണ്ടൊരു ചിക്കൻ പീസ് എടുത്തു തരൂ. മോളെ ഒന്നിങ്ങെടുത്തേ. അവന്റെ മോന്ത കണ്ടില്ലേ? അതിരിക്കട്ടെ, പകല് മാത്രമേ ഉള്ളോ അതോ രാത്രിയും കച്ചവടം ഉണ്ടോ? നിനക്ക് വന്ന് വാങ്ങാനാണോ? നിങ്ങള് പറഞ്ഞ ഞാൻ മൊത്തം ഇങ്ങ് എടുക്കും. അപ്പൊ നീ അത്രയ്ക്ക് വലിയ ആളാണോ? കണ്ടറിയാം. ചേച്ചി, ഒരു പരിചയമില്ലാത്തവരോടൊക്കെ സംസാരിക്കുന്ന എന്തിനാ? ആരവര്? ശരിയാണല്ലോ. എടാ, നീയൊക്കെ ഏതാടാ? ഞങ്ങള് വാസുവിന്റെ ഫ്രണ്ട്സാ. അതെ, വാസുവിന്റെ ഫ്രണ്ട്സോ? എന്താ ഇന്ദു, നീ തന്നെയാണോ? അതെ, ഇപ്പൊ ഇന്ദു ശാസ്ത്രിയുടെ വീട്ടിലെ മരുമകളാ. അപ്പ പുടവ പൊട്ട് എല്ലാം കൂടെ മാറിയല്ല. എന്നാ അത് മാത്രം മാറിയില്ലല്ലേ? എന്തത്? എന്തത്? അത് എന്തത്? അയ്യോ, വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങിയല്ലോ. ആദ്യം പോയി കുളിച്ചിട്ട് വാ. എന്ത് കോലാണ് എന്താ വരുത്തമാരുടെ ഒരു കിന്നാരം? നിങ്ങൾ പോവാൻ നോക്കി. അവിടെ രാത്രി ആടെ വാടാ പോവാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കുടി. വാടാ വാടാ കൊണ്ടുപോടാ. എവിടെയാ നീ? എനിക്കെന്തോ ഇവരെ നല്ല സംശയം ഉണ്ടോ? പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇവിടുന്ന് പോവാൻ പാടാ. എപ്പം നോക്കിയാലും പേടിച്ചിട്ട്. നിങ്ങൾക്ക് ആരാ? നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ഞങ്ങളെല്ലാം വാസുവിന്റെ ഫ്രണ്ട്സാ. വാസു ഇല്ലേ? ഒന്ന് വരാൻ പറഞ്ഞേ. വാസു, വാസു,
എന്താടാ ഫുള്ള് വെള്ളത്തിലാണല്ലേ? അതെ. ആ ഇന്ദു, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. നമസ്കാരം. ഏയ് അത് കണ്ടോ, ആ കാണുന്ന എന്റെ അമ്മായിയുടെ വീട്. നിങ്ങളെല്ലാരും കൂടി അവിടെ പോയി ഞങ്ങൾ താമസിക്ക്. ഉറങ്ങിട്ട് രാവിലെ Good night. ദേ, എന്തുവാ? ഓ. നല്ല ഫിറ്റാ. എടാ എന്റെ പൊടിയാടേ ആണി ചേച്ചിയുടെ മനസ്സൊന്നും അറിയോ? അടിപൊളിയാണോ വീട്? വീടൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. പക്ഷെ ഇത്രയും നല്ല വീട് വെച്ചിട്ട് വാസുവിന്റെ അമ്മായി എന്തിനാ തൂങ്ങിച്ചത്തേ? എന്താണ് അമ്മ ഇവിടെ തൂങ്ങി മരിച്ചെന്നാ? അതെ. എന്ന് വെച്ചാ നമ്മളിപ്പോ ഗസ്റ്റ് ഹൗസിലല്ല, ഗോസ്റ്റ് ഹൗസിലാണെന്നല്ലേ? ഈ കാര്യം നിന്നോട് ആരാ പറഞ്ഞേ? വാസു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പാ നോക്കിയാലും പേടിച്ചിട്ട്. ഡേ ചേച്ചി ഇവന്മാർക്കൊന്നും ഉറക്കമില്ലേ? അവനെ വിളിച്ചോണ്ട് പോടാ. പുതുമഴയായി വന്നു നീ, വിടില്ല ഞാൻ, മുന്നെ വിടില്ല ഞാൻ, നിന്നെ തേടി വരും ഞാൻ, അതിനിപ്പോ എന്ത് ചെയ്യാനടാ? പോയി വാസുവിനോടൊന്ന് ചോദിക്കടാ. നീ എന്റെ കൂടെ ഒന്ന് വരുമോ? ഓന്ന് പോടാ. ഇപ്പഴാ റാണി ചേച്ചി എന്നെ സ്വപ്നത്തിൽ വന്നത്. റാണി ചേച്ചി നീ വാടി. അവനെ വിളിച്ചോണ്ട് പോവാ. എടാ അളിയ, വാസുവിന്റെ വീട്ടിൽ പോയി വെള്ളം കൊടുക്കാനാ, നീ വരോടാ? പോടാ അവിടുന്ന്. എനിക്കെന്തോ പറയാൻ തോന്നണടേ. അതെ വെള്ളമാടാ. അതല്ലടേ, ഞാൻ എന്തോ പറയാമെന്ന എന്റെ ഇടയ്ക്ക് നീ പറഞ്ഞപ്പോ ഞാൻ മറന്നുപോയി. നീ എന്നാ ഞാൻ ഓർത്തെടുക്കട്ടെ. ഒന്ന് വാടാ. എടാ ഇനി അതുമില്ലായിരിക്ക, അതായിരിക്കും സാധ്യതയില്ല. പിന്നെ എങ്ങനെ? വാസു, ആരടാ അത്?